ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, തപസ് കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുക. എനിക്ക് തോന്നുന്നു തപസ് കാലത്തിലെ ഞായറാഴ്ചകൾ തപസ് കാലത്തിൻ്റെ അടിസ്ഥാന കല്ലുകൾ. ചുരുങ്ങിയത് ഈ 7 ആഴ്ചകളെങ്കിലും നമ്മൾ ധ്യാന വിഷയമാക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഇത് 4-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വരിക. എന്നും തപസ് കാലവും നോയമ്പ് കാലവും ഒക്കെ ഒരു നൊമ്പരക്കാലമായിട്ടും ഒരു ഇരുട്ടിൻ്റെ കാലമായിട്ടും ഒരു നിഴലിൻ്റെ കാലമായിട്ടൊക്കെ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പം വചനം വായിച്ച് വരുമ്പം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇതൊരു വലിയ പ്രത്യാശ നൽകുന്നില്ലേ? എന്തു വലിയ പ്രതീക്ഷയാണ്! നമുക്കില്ലാത്ത പ്രത്യാശ നമ്മുടെ ദൈവത്തിന് നമ്മളെ പറ്റിയുണ്ട്. ആദ്യത്തെ വായന ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 36-ാം അധ്യായം. ഇതാ ദേവാലയം തകർക്കപ്പെട്ടിരിക്കുക, എല്ലാം നശിച്ചു, തകർന്നു, ദേശം പൂട്ടപ്പെട്ട് കിടക്കാം. നോക്കി, നമുക്കറിയാം കോവിഡിൻ്റെ സമയത്തുമൊക്കെ എല്ലാം അടച്ചു പൂട്ടപ്പെട്ട് കിടക്കുന്ന ആലോചിച്ച് കൃഷിസ്ഥലത്ത് പോലും പണിയാൻ പറ്റത്തില്ല, കെട്ടിടം പണി എല്ലാം നിർത്തിവെച്ചില്ല. എന്നാ കാലത്ത് ഒരു ലോക്ക്ഡൗൺ, ദൈവമക്കളെ, പാപം വരുത്തുന്ന ഒരു ലോക്ക്ഡൗൺ ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഈ ലോക്ക്ഡൗണിൽ പോലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈശോ പറയുന്നത്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, അതുപോലെ ഞാനും പരിശുദ്ധാത്മാവും. ദൈവം നിരന്തരം പ്രവർത്തന നിരതരാണ്. എല്ലാം വിട്ടുപോയി, ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ല. ജെറുസലേം വിട്ടുപോയി, കത്തിച്ചു കളഞ്ഞു, ഒന്നുമില്ല. കൃഷിസ്ഥലങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ എല്ലാം പോയി, ഗോതമ്പ് വയലുകൾ എല്ലാം പോയി, ഒന്നുമില്ല ബാക്കി. ഇന്ന് അടിമയാണ്. ഇപ്പം പേർഷ്യക്കാരുടെ അടിമയായിട്ട് നിൽക്കുക, ബാബിലോണിൽ അടിമയായിട്ട് പോയതാ. ആ അടിമത്തം വീണ്ടും നീളുക. ഒരു ദുരന്തത്തിൻ്റെ അനുഭവത്തിൻ്റെ കഥ പറയുന്ന ഇതാ ഇസ്രായേൽ മക്കള്, ദൈവമക്കള്. പക്ഷെ ദൈവം പ്രവർത്തിക്കുക. മനോഹരമായ കാഴ്ച. 1000 തവണ എൻ്റെ ഒരു വിഷയമായിട്ട്, ധ്യാന വിഷയമായിട്ട് പരിശുദ്ധാത്മാവ് തന്ന സൈറസ് പ്രഖ്യാപനം നടത്തുകയാണ്. ഉണരുക, ആരൊക്കെയുണ്ടോ പറയുകയാണ്. സൈറസ് പറയുന്നു, യൂദയായിലെ ജെറൂസലേമിൽ അവിടത്തേക്ക് ഒരു ആലയം പണിയാൻ അവിടുന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ. അവൻ്റെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഒരു പൗരോഹിത്യ ആശീർവാദമാണ് വിജാതീയനായ സൈറസ് ദൈവമക്കൾക്ക് നൽകും. ദൈവമക്കളെ, നിന്റെ ശത്രുക്കൾ പോലും, നിന്നെ അടിച്ചമർത്തിയവർ പോലും നിനക്ക് അനുകൂലമാകുമെന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ദൈവം നിനക്ക് അനുകൂലമാകുമ്പോൾ അങ്ങനെ പാട്ടൊക്കെ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ആരെനിക്ക് എതിനേൽക്കുക. റോമാലേഖനത്തിലൊക്കെ പറയുന്നില്ലേ, ക്രിസ്തു എനിക്കും എൻ്റെ ഇഫ് ഗാഡ് ഈസ് വിത്ത് മീ ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് മീ. നമ്മൾ ഈ ഒരു വലിയൊരു കൃപ, എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ ഒരു വേലിയേറ്റത്തിൻ്റെ കാലം ഈ നോയമ്പ് കാലം. ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റി അവിടെ നിന്ന് ഓർമ്മിപ്പിച്ചൊക്കെ വെച്ച് നൊമ്പരങ്ങൾ പറഞ്ഞു തരുന്നു. എല്ലാം നഷ്ടപ്പെട്ട, കാരണം യാഥാർത്ഥ്യബോധം വേണമല്ലോ ജീവിതത്തിൽ. ഒരു സ്വപ്നാടകനല്ല, ജീവിതത്തിൽ എങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾ പിന്നീട് നമ്മൾ ഇതെല്ലാം കണ്ടവരാ. ചരിത്രമാണ് നമുക്കിത് ചരിത്രമാണ്. വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. നമ്മളെയൊക്കെ സംബന്ധിച്ച് വിശ്വാസം ഒരു ചരിത്ര സംഭവമായിട്ട് പോലും മാറുക. സൈറസ് എന്ന മനുഷ്യൻ പ്രഖ്യാപിച്ചു കഴിയും. പിന്നെ നെഹമ്യായും നെഹമ്യ പുസ്തകത്തിലൊക്കെ ദേവാലയം പണിത് ഉയർത്തപ്പോൾ കർത്താവിൻ്റെ സ്വപ്നങ്ങളും കർത്താവിൻ്റെ പ്രവചനങ്ങളും പൂർത്തിയാകുക. സുവിശേഷം അതിലും എഫേസോസ് ലേഖനം 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. പാപം വഴി നമ്മൾ മരിച്ചവരെന്നായിരുന്നിട്ടും അവിടെ നമ്മൾ ഉയർപ്പിച്ചു. മരണത്തിന് പോലും നമ്മളെ വിട്ടുകൊടുക്കാത്തൊരു ദൈവത്തെ പറ്റി ചിന്തിക്കാൻ പറ്റും. അടുത്തൊരു വാക്യമുണ്ട്, ഞെട്ടിപ്പിക്കുന്ന വാക്യവിധാനം. യേശു ക്രിസ്തുവിനോടുകൂടെ അവിടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്യും. എത്ര സുന്ദരമാണ്! നഷ്ടപ്പെടുകയില്ല. ഈ നോയമ്പ് കാലം നൽകുന്ന വലിയൊരു ബോധ്യം, നഷ്ടപ്പെടരുത്. നമ്മൾ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ധ്യാനിക്കാൻ പറ്റുമോ? നമ്മൾ കുടുംബത്തിലെ ഓരോ വിഷയങ്ങൾ, മക്കൾ, അല്ലെങ്കിൽ ഭാവി, നീ എന്ത് കൈമോശം വന്നു എന്ന് നീ വിചാരിക്കുന്നുവോ അത് നിനക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഞായറാഴ്ച ഓർമ്മിപ്പിച്ചു തരിക. പറയുക, അവിടുന്ന്
വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ വീണ്ടും പറയുന്നു, അത് പ്രവർത്തികളുടെ ഫലമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല. ദൈവത്തിന്റെ പെയ്യുന്ന മഴയാണ് നിന്റെ വയലിൽ വിളവ് തരുന്നത് എന്ന് ധ്യാനിക്കാൻ പറ്റുന്നവൻ ഭാഗ്യവാൻ. സുവിശേഷം പറയുകയാണ്, ഇതാ മരുഭൂമിയിലൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് സർപ്പദംശനമേറ്റ്, സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന സർപ്പദംശനമേറ്റ് മനുഷ്യര് കൊല്ലപ്പെടുമ്പം കർത്താവ് വന്ന് സർപ്പത്തെ ഉയർത്തുക, നിന്റെ തകർച്ചയ്ക്ക് കാരണമായതിനെ നിന്റെ ഉയർച്ചയ്ക്ക് കാരണമാക്കി മാറ്റുക. ദൈവത്തിന്റെ പദ്ധതി നോക്കിയേ, മരണമാ. പാമ്പ് മരണം തന്നെയാണ്, സർപ്പം മരണം തന്നെയാണ്. പക്ഷെ ആ സർപ്പത്തെ നോക്കുന്നവൻ, കർത്താവ് ഉയർത്തുന്ന ആ സർപ്പത്തെ അനുഗ്രഹത്തിൻ്റെതാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. നിന്റെ ജീവിതത്തിൽ ഇന്നൊരു ദുരന്തമെന്ന, ഒരു പ്രതിസന്ധി എന്ന, ഒരു തകർച്ചയെന്ന് കുഞ്ഞെ നീ വിചാരിക്കുന്ന കാര്യത്തെ ഒരു അനുഗ്രഹത്തിന്റെ സ്രോതസ്സായി. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു, ജീവിതത്തിൽ വല്ലാത്ത ദുരന്തത്തിലൂടെ കടന്നു പോകാനും വല്ലാത്ത വിഷമവും സങ്കടവും നിരാശയും ദൈവത്തോട് ദേഷ്യവും ഒക്കെ തോന്നി. പക്ഷെ ആ സംഭവം ഒരു ടേൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യൻ പറയാം, ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു, ദൈവം എന്തുമാത്രം എന്നെ കരുതുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. തിരുവചനം പറയാം, മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. സുവിശേഷത്തിന് 3-ാം അധ്യായമേ ആയിട്ടുള്ളൂ, ഇനി കിടക്കുകയാണ് 18 അധ്യായങ്ങൾ. പക്ഷെ കർത്താവ് പറയാം, ഇതാ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടാൻ പോവാം. തൻ്റെ കുരിശു മരണത്തെ ഒരു സ്വർഗീയ ധ്യാനമാക്കിയൊക്കെ മാറ്റുന്ന പൊന്നു കർത്താവിനെ ആലോചിച്ച് നോക്കിയേ. ഒരു എക്സ്റ്റസിയൊക്കെ ആയിട്ട് ഈശോ കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ഒരു ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഭാഗമായിട്ടൊക്കെ കാണാൻ കഴിയുമ്പോൾ ഇത് പറയുക, ദൈവം തൻ്റെ ഏകജാതനെ അയച്ചത് അവൻ വഴി എല്ലാവരും രക്ഷിക്കപ്പെടും. വീണ്ടും പറയാ, അവനെ അയച്ചത് ശിക്ഷിക്കാനല്ല. നമുക്കൊക്കെ ശിക്ഷ എന്ന ഒരു നെഗറ്റീവ് വാക്ക് നമ്മൾ രക്ഷിക്കാൻ. അവൻ കുർബാന തന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അവൻ വചനം തന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഓ കർത്താവേ, ഈ ദിവസം അങ്ങ് ഞങ്ങളെ പണിതുയർത്തുകയാണല്ലോ കർത്താവേ. തകർന്നു പോയത്, തരിപ്പണമായത്, വീണു പോയതിനെ അങ്ങ് പടുത്തുയർത്തുകയാണല്ലോ ഈശോയെ. പാപം മൂലം മരിച്ചു പോയതിനെ നിത്യതയിൽ തമ്പുരാനോടൊപ്പം അങ്ങ് ഇരുത്തുകയാണല്ലോ കർത്താവേ. ദൈവമേ, അങ്ങയുടെ കുരിശിനെ വിജയത്തിന്റെ ചിഹ്നമാക്കി മാറ്റുന്നവർ, അങ്ങയുടെ കുരിശിനെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവർ അവർ വീണു പോവില്ല. ദൈവമേ, അങ്ങയുടെ മഹത്വത്തിന് അനുഭവം മക്കൾക്ക് നൽകണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, തകർന്നവർ, തളർന്നവർ കർത്താവെ വിശുദ്ധകരം നീട്ടണമേ. ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മാഹാരോഗങ്ങൾ നീങ്ങിപ്പോട്ടെ. പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾ ജ്ഞാനത്തിന് അഭിഷേകം, ഓർമ്മശക്തിയുടെ അഭിഷേകം മക്കൾക്ക് ലഭിക്കട്ടെ. യുവതി യുവാക്കന്മാർ വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വീസ തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ